തളിപ്പറമ്പ് തലോറയിലെ ഇടവലത്ത് പുടയൂർ മനയിൽ 29 വർഷങ്ങൾക്ക് ശേഷം നടത്തുന്ന മലയറാട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഇല്ലവുമായി ബന്ധപ്പെട്ടവരും സംഘാടക സമിതി ഭാരവാഹികളും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. തളിപ്പറമ്പിലെ ഇല്ലങ്ങളുടെ അകത്തളങ്ങളിൽ ആരാധിച്ചു വരുന്ന മൂർത്തികളെ തെയ്യം കെട്ടിയാടിക്കുന്ന ചടങ്ങായ മലയറാട്ട് ജനുവരി 16, 17, 18 തീയതികളിലാണ് നടക്കുന്നത്. കേരളത്തിലെ അതിപുരാതനമായ 32 നമ്പൂതിരി സങ്കേതങ്ങളിൽ ഏറ്റവും പ്രാചീന ഗ്രാമമാണ് കണ്ണൂരിലെ പെരിഞ്ചല്ലൂർ. മന്ത്രമൂർത്തി ഉപാസനയുള്ള 10 ഇല്ലങ്ങളാണ് പെരിഞ്ചല്ലൂരിലുള്ളത്. ഈ ഇല്ലങ്ങളെ മന്ത്രശാലകൾ എന്നുകൂടി മാന്ത്രിക പാരമ്പര്യങ്ങളിൽ പരാമർശിച്ചു വരുന്നു. ഈ മന്ത്രശാലകളുടെ അകത്തളങ്ങളിൽ മന്ത്രസ്വരൂപത്തിൽ ആരാധിച്ചു വരുന്ന മന്ത്രമൂർത്തികളെ കോലസ്വരൂപത്തിൽ തെയ്യം കെട്ടിയാടിക്കുന്ന പ്രാധാന്യമേറിയ ഒരു മാന്ത്രിക ഉപാസനയാണ് മലയറാട്ട് എന്ന കളിയാട്ട മഹോത്സവം. പൂന്തോട്ടത്തിൽ പുടയൂർ, ഇടവലത്ത് പുടയൂർ, നടുവത്ത് പുടയൂർ, ഇരുവേശി പുടയൂർ, കുറുമാത്തൂർ, നരിക്കോട്ട് ഈത്തിശ്ശേരി, ശേഖര പുളിയപ്പടമ്പ്, കാരിശ്ശേരി, ചെറിയൂർ മുല്ലപ്പള്ളി, ചെവിട്ടങ്കര പുളിയപ്പടമ്പ്, കണ്ണോത്ത് പാപ്പനോട് എന്നീ ഇല്ലങ്ങളെയാണ് മന്ത്രശാലകളെന്ന് അറിയപ്പെടുന്നത്. ഇതിൽ കണ്ണോത്ത് പാപ്പനോടൊഴികെ മറ്റ് എല്ലാ ഇല്ലങ്ങളിലും മലയറാട്ടെന്ന അനുഷ്ഠാനം നിലനിന്ന് പോരുന്നു. 29 വർഷങ്ങൾക്ക് ശേഷമാണ് ഇടവലത്ത് പുടയൂർ മനയിൽ മന്ത്രമൂർത്തിയുടെ തെയ്യക്കോലങ്ങൾ ഉറഞ്ഞാടാൻ തയ്യാറെടുക്കുന്നത്. ജനുവരി 16, 17, 18 തീയതികളിലായാണ് അപൂർവങ്ങളായ മന്ത്രമൂർത്തികളുടെ തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്നത്. ഭൈരവൻ, ഉച്ചക്കുട്ടി ശാസ്തൻ, അന്തിക്കുട്ടി ശാസ്തൻ, ഉച്ചിട്ട ഭഗവതി, കരുവാൾ ഭഗവതി, തീച്ചാമുണ്ടി, മലക്കിടാരൻ, വേട്ടക്കുരുമകൻ, ഊർപ്പഴശ്ശി, കൂവച്ചാൽ ഭഗവതി, തായ്പര ദേവത ഇവയാണ് ഇല്ലത്ത് ആരാധിക്കപ്പെടുന്ന മൂർത്തികളിൽ മലയറാട്ടിന് കെട്ടിയാടിക്കുന്ന തെയ്യക്കോലങ്ങൾ. 16-നാണ് മലയറാട്ട് തുടങ്ങുന്നതെങ്കിലും ആചാരപരമായ തുടക്കം 14-നാണ്. അന്ന് വിശേഷാൽ പൂജകൾക്ക് ശേഷം ഇടവലത്ത് മന്ത്രശാലയിലെ മുഖ്യ പരദേവതയായ കൂവച്ചാൽ ഭഗവതിയുടെ കെട്ടിക്കലശവും ഗുരുസിയും നടക്കും. 15-നും 16-ന് രാവിലെയും ഈ ചടങ്ങുകളെല്ലാം ആവർത്തിക്കും. ശേഷം 16-ന് ഉച്ചയോടെ മലയറാട്ടിന്റെ തുടക്കമായ ഉച്ചബലി നടക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സാധാരണ നമ്മളെ തെയ്യാട്ടക്കാവുകളിലെല്ലാം കാണുന്ന കോമൺ ആയിട്ട് കാണുന്ന തെയ്യങ്ങളെക്കാട്ടിലും കൂടുതൽ അതിനപ്പുറമുള്ള ചില വൈശേഷികമായിട്ടുള്ള മന്ത്രമൂർത്തി ഭാവത്തിൽ അല്ലെങ്കിൽ ആ ഗണത്തിൽ പെടുന്ന തെയ്യങ്ങളെയാണ് ഇത്തരം മന്ത്രശാലകളിൽ ആരാധിച്ചു വരുന്നത്. ആ മന്ത്രശാലയിൽ അകത്ത് നമ്മൾ നിത്യ ആരാധനയിൽ ഉൾക്കൊള്ളിക്കപ്പെടുന്ന നിരവധിയായിട്ടുള്ള ആ മൂർത്തികളുടെ കോലത്തിൽ തെയ്യ സ്വരൂപത്തിൽ അവരെ കെട്ടിയാടിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. അങ്ങനെ മലയറാട്ട് അതുകൊണ്ട് തന്നെ വളരെ അപൂർവമായിട്ട് മാത്രമേ നടക്കാറുള്ളൂ. ഒരു വാർഷികമായിട്ട് ഒരു സാധാരണ ഒരു തെയ്യ കളിയാട്ടം നടക്കുന്നത് പോലെ ഇങ്ങനെ ക്ഷേത്രക്കാവുകളിലൊക്കെ കളിയാട്ടം നടക്കുന്നത് പോലെ നടക്കാറില്ല. ഒരു തലമുറയിൽ ഒന്ന് എന്നൊക്കെയുള്ള നിലയിലാണ് നടക്കാറുള്ളത്. അത്തരത്തിലാണ് ഈ പറയുന്ന ഒരു 10, 20, 30 വർഷത്തെ ഒരു കാലപരിധി ഇതിന് വേണ്ടി വരുന്നതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. കഴിഞ്ഞ തലമുറയിൽ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്താണ് ഇവിടെ ഇതിനു മുമ്പത്തെ മലയറാട്ടുണ്ടായത്. അതിനു മുമ്പ് അച്ഛൻ്റെ കുട്ടിക്കാലത്തൊക്കെ ആയിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങളുടെയൊക്കെ മക്കളുടെ ആ കുട്ടിക്കാലത്ത് വീണ്ടും അത് ഓരോ തലമുറയിൽ ഒരു തവണ ഈ മലയറാട്ട് നടത്തപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ കാര്യങ്ങൾ. 14-ന് ഞങ്ങളുടെ ഇവിടുത്തെ ഇല്ലത്തെ പരദേവതയായിട്ടുള്ള കൂവച്ചാൽ ഭഗവതിയുടെ തോറ്റം അല്ലെങ്കിൽ ഒരു കെട്ടിക്കലശം, ഒരു ഗുരുസിയും ഒക്കെ ആയിട്ടുള്ളൊരു ചടങ്ങുകളുണ്ട്. അകത്ത് വിശേഷമായിട്ടുള്ള പൂജകളുണ്ട്. അത് കഴിഞ്ഞ് പുറത്ത് പെരുവണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആളുകളാണ് കൂവച്ചാൽ ഭഗവതിയുടെ തെയ്യം കെട്ടിയാടുന്നത്. അവർ വന്ന് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള കലശം വെപ്പും ഗുരുസിയും ഒക്കെ നടക്കും. അത് അതേപോലെ തന്നെ 15-നും 16-ന് കാലത്തും ആവർത്തിക്കും. അത് കഴിഞ്ഞതിന് ശേഷമാണ് മലയറാട്ടിൻ്റെ വൈശേഷികമായിട്ടുള്ള ചടങ്ങുകൾക്ക് ആരംഭമാവുന്നത്. കണ്ണേറുപാട്ട് എന്ന് പറയുന്ന ഒരു അനുഷ്ഠാനമുണ്ട്. അതോടുകൂടിയാണ് തുടക്കമാവുക. അത് കഴിഞ്ഞാൽ ഉച്ചബലിയോടുകൂടി മലയറാട്ടിൻ്റെ അതിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള എണ്ണങ്ങളിലേക്ക് കടക്കും. അതിൻ്റെ ഒരു തെയ്യക്കോലങ്ങൾ കെട്ടിയാടുന്നത് ഉച്ചബലിയോട് കൂടിയാണ്. 2 ഉച്ചബലി തെയ്യങ്ങളാണ് ഒരേ സമയം ഇവിടെ കെട്ടിയാടപ്പെടുന്നത്. അതിനോടൊപ്പം തന്നെ 2 ഉച്ചബലിക്കൊപ്പം തന്നെ അതിൻ്റെ കാരാഗണങ്ങൾ എന്ന് പറയുന്ന ഒരു 6 7 കുട്ടികൾ അങ്ങനെ വേഷം കെട്ടിയിട്ടുള്ളൊരു സമ്പ്രദായത്തിലാണ് എല്ലാവരും കൂടി ഒന്നിച്ച് വരുന്നതാണ്. ആ ഒരു അനുഷ്ഠാനവും അതോടൊപ്പം ഇവരെല്ലാവരും കൂടി ഒന്നിച്ചാണ് അത് ഇറങ്ങുക. അത് കൃത്യം 12 മണിക്ക്, അതായത് 16-ന് വെള്ളിയാഴ്ച കൃത്യം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും വിധമാണ് ഉച്ചബലി ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. അത് ആ ഒരു ഉച്ച സമയത്ത് തന്നെ ചെയ്യേണ്ടുന്നതായതുകൊണ്ട് ആ 12 മണിക്കൊരു വളരെ പ്രാധാന്യമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ
മറ്റ് തെയ്യങ്ങളുടെ എല്ലാം തടങ്ങൽ തോറ്റം, വിശേഷപ്പെട്ട കുട്ടിച്ചാത്തൻ മുതലായിട്ടുള്ള തെയ്യങ്ങളുടെ തോറ്റങ്ങൾ, അത് കഴിഞ്ഞ് തീച്ചാമണ്ടിയുടെ മേലേരി കൂട്ടലും തീച്ചാമണ്ടിയുടെ ഉച്ചത്തോറ്റമൊക്കെ അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. കഴിഞ്ഞ് രാത്രി മുഴുവൻ തെയ്യങ്ങളാണ്. അതായത് 16-ന് പകൽ തുടങ്ങിക്കഴിഞ്ഞാൽ 17-ന് ഉച്ച വരെ തുടർച്ചയായിട്ട് തെയ്യങ്ങളാണ്. 17-ന് ഉച്ചയോടുകൂടി ഒരു 11 മണി 12 മണിയോടുകൂടി ഒരു ഇടവേളയാണ്. തീച്ചാമണ്ടിയുടെയും ഉച്ചിട്ടയുടെയും മുടി അഴിക്കുന്നതോടുകൂടി അതിനൊരു ഇടവേളയാണ്. അന്ന് വൈകുന്നേരം, അതായത് 17-ന് ശനിയാഴ്ച വൈകുന്നേരം വീണ്ടും നമ്മളുടെ തെയ്യത്തിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കും. അന്നേരത്ത് പിന്നെ വണ്ണാൻ സമുദായത്തിൻ്റെ തെയ്യങ്ങളാണ് അവിടെ തുടങ്ങുന്നത്. ആദ്യത്തെ ദിവസം മലയ സമുദായത്തിൻ്റെ തെയ്യങ്ങളും രണ്ടാമത്തെ ദിവസം വണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആളുകൾ കെട്ടിയാടുന്ന തെയ്യങ്ങളാണ് നടക്കുക. രണ്ടാമത്തെ ദിവസം, അതായത് വെള്ളിയാഴ്ച തുടങ്ങി ശനിയാഴ്ച വൈകുന്നേരം 5 മണിയോടുകൂടി വണ്ണാൻ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ തെയ്യങ്ങൾ മലകിടാരൻ, ഊർപ്പേഴ്സി വെട്ടയ്ക്കൊരുമകൻ, കൂവച്ചാൽ ഭഗവതി, തായ്പര ദേവത മുതലായ തെയ്യങ്ങളും കെട്ടിയാടും. അത് 18-ന് പകൽ ഒരു ഉച്ചയ്ക്ക് മുമ്പായിട്ട് തീരുന്ന വിധത്തിലാണ് മുഴുവനായിട്ട് ക്രമപ്പെടുത്തിയിട്ടുള്ളത്. വെള്ളിയാഴ്ച തുടങ്ങി ഞായറാഴ്ച വരെയുള്ള 3 ദിവസങ്ങളിലായിട്ടാണ് മലയറാട്ടിൻ്റെത് പൂർണ്ണമായിട്ടുള്ള ഒരു സമയക്രമം. തീച്ചാവണ്ടി വരുന്നത് 17-ന് പുലർച്ചെയാണ്. ഉച്ചബലി 16-ന് ഉച്ചയ്ക്കാണ്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭഗവതി, ഇല്ലത്തെ പരദേവതയായിട്ട് സങ്കല്പം കൂവച്ചാൽ ഭഗവതിയാണ്. കൂവച്ചാൽ ഭഗവതിയുടെ തെയ്യം വരുന്നത് 18-ന്, അതായത് ഞായറാഴ്ച പുലർച്ചെ 4 മണിയോടുകൂടിയാണ്. ഈ ഉച്ചബലി സാധാരണ ഈ ഭാഗങ്ങളിൽ എവിടെയും ഉണ്ടാവാത്തൊരു തെയ്യമാണ്. ശരിക്കും പറയുക പൂർവികമായിട്ട് നരബലി തന്നെ ആയിരുന്നു അതിൻ്റെ സങ്കല്പം. ഇപ്പം അതിൻ്റെ സങ്കല്പത്തിൽ ഈ രക്തം കൈത്തണ്ടയിൽ ഇങ്ങനെ ഇത് കെട്ടി ഇവിടെ ഒരു കുത്തി ഈ രക്തം ഇങ്ങനെ ആക്കി കിടത്തി, പിന്നെ അത് കഴിഞ്ഞാൽ അവർ മരിച്ച പോലെ തന്നെയാണ് ഈ പിന്നെ ഇവിടെ കിടത്തി വെള്ളം കൊണ്ട് വിരിച്ച് മൂടി കൊണ്ടുപോവുക. അത് വളരെ റയറായിട്ട് ഈ ഭാഗങ്ങളിൽ എവിടെയും ഇല്ലാത്ത, ഇങ്ങനെ ഈ മലയറാട്ട് നടത്തുന്ന ഇല്ലങ്ങളിൽ മാത്രമേ ആ ഒരു ഉച്ചബലി എന്ന് പറഞ്ഞ തെയ്യമുള്ളൂ. അതുകൊണ്ട് അന്നത്തെ ദിവസം ഒരു പ്രതീക്ഷിക്കാത്തൊരു ആൾക്കാരെയും കൂടി ഞങ്ങൾ ഇവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രയധികം എങ്ങനെയാണ് ഇവിടെ ആൾക്കാരെ ഉൾക്കൊള്ളിക്കുക, അത്രയും കൂടി ഒരു പ്രശ്നമാണ്. സമയം അങ്ങനെയാണ്, ഉച്ചസമയമാണ്. അങ്ങനെയുള്ളൊരു വിശേഷമായ ഒരു തെയ്യം കൂടി ഈ ഭാഗത്ത് നമ്മുടെ നാട്ടിൽ എവിടെയും ഇല്ലാത്തൊരു തെയ്യമാണ് നടത്തുന്നത്. 15-ന് നാട്ടുകാരുടെ ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. എല്ലാവരുടെയും പങ്കാളിത്തത്തോടു കൂടി ഒരു ജനകീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ ജനകീയ കമ്മിറ്റിയുടെ ഉത്സാഹത്തിൽ ഒരു വിളംബര ജാഥ കാര്യമ്പലം ഭജനമഠത്തിൻ്റെ, അയ്യപ്പ ഭജനമഠത്തിൻ്റെ മുന്നിൽ നിന്ന് ആരംഭിച്ച് ഇവിടെ ഇല്ലത്തെ മുറ്റത്ത് സമാപിക്കുന്ന വിധത്തിൽ ഒരു വിളംബര ജാഥ നിശ്ചയിച്ചിട്ടുണ്ട്. അത് നാട്ടുകാരും കുട്ടികളും ഒക്കെ കൂടി പങ്കെടുക്കുന്ന വിധത്തിലാണ്. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ചെറിയൊരു കലാപരിപാടികൾ, ചെറിയ തിരുവാതിരക്കളികൾ. 3 ദിവസത്തേക്ക് വന്നിട്ട് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾക്ക് അവർക്ക് പ്രത്യേക സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലാതെ പെട്ടെന്ന് പോകാനുള്ളവർക്ക് അതിൻ്റെ സൗകര്യങ്ങളാക്കുന്നുണ്ട്. 2 വീലറുകളും ഒരു പരമാവധി ഈ ഏരിയയിൽ നിന്ന് മാറ്റിയിട്ട് കുറച്ചങ്ങോട്ടേക്ക് മാറ്റിയിട്ടാക്കണമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു തരത്തിൽ മാർഗ്ഗ തടസ്സങ്ങൾ, നമ്മളെ വഴി തടസ്സങ്ങളോ അല്ലെങ്കിൽ ബസ് റൂട്ടും കൂടി ഉള്ളതാണ്. അപ്പോൾ ഒരു തടസ്സങ്ങളും ഇല്ലാതെ ചില സ്ഥലത്തുള്ള അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ചെയ്യണമെന്നാണ് തീരുമാനിച്ചത്. ഇടവലത്ത് പുടയൂർ കുബേരൻ നമ്പൂതിരിപ്പാട്, പുടയൂർ ജയനാരായണൻ, സംഘാടക സമിതി ചെയർമാൻ KV കൃഷ്ണൻ, സംഘാടക സമിതി കൺവീനർ സന്തോഷ് വായ്ക്കിൽ, മേവള്ളി നാരായണൻ നമ്പൂതിരി, VV നിതിൻ, TV പുരുഷോത്തമൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. അതൊരു വലിയൊരു വിഷയമാണ്. അത്രയധികം ക്രൗഡ്